വെയിറ്റ് ലോസിനും ഹെൽത്തി ഫുഡ് തിരഞ്ഞെടുക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകത ഇതുണ്ടാക്കിയെടുക്കാൻ വെറും 5 മിനിറ്റ് മതി എന്നുള്ളതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഏകദേശം തിളച്ച് വരാനായാൽ ഇതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മില്ലറ്റിൻ്റെ നേരിയ സേമിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ സേമിയ ആയാലും കുഴപ്പമില്ല. മില്ലറ്റിൻ്റെ സേമിയ ആകുമ്പോൾ അത്യാവശ്യം ഹെൽത്തിയാണ്, നല്ലതുമാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഹിൽസ് നാച്ചുറലിൻ്റെ മില്ലറ്റ് സേമിയാണ് കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. സേമിയൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് വന്നാൽ ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ട് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വലിയ സവാളയാണെങ്കിൽ ഒരു പകുതിയൊക്കെ മതിയാവും. കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലിയൊക്കെ വരണ്ടിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളിയുടെ പകുതി അതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകേണ്ട, നേരത്തെ സേമിയയിൽ ചേർത്തിട്ടുള്ളതാണ്. ഇതിലേക്കുള്ള ഉപ്പ് മതിയാവും. അപ്പോൾ ഏകദേശം ഒരു 3/4 വേവായി വന്നാൽ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സോസിൻ്റെ അളവിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. സേമിയ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ ഇതുപോലെ 2 സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഉടയാതെ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മുകളിലായിട്ട് വിതറിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ല, മുട്ടയുടെ ഒന്നും ആവശ്യമില്ല. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്